നമസ്കാരം, എല്ലാവർക്കും സ്വാഗതം. ഒരു സോഫ്റ്റ്വെയർ ഉണ്ടാക്കുമ്പോൾ നമ്മൾ രണ്ട് കാര്യങ്ങൾ പ്രധാനമായും ശ്രദ്ധിക്കണം. ഒന്ന്, ആ സോഫ്റ്റ്വെയർ എന്താണ് ചെയ്യേണ്ടത്. രണ്ട്, അത് എത്രത്തോളം നന്നായി ആ ജോലി ചെയ്യണം. ഈ രണ്ട് ആശയങ്ങളെക്കുറിച്ചാണ് നമ്മൾ ഇന്ന് വിശദമായി സംസാരിക്കാൻ പോകുന്നത്. അപ്പോൾ നമുക്ക് നേരെ വിഷയത്തിലേക്ക് കിടക്കാം. നിങ്ങൾ എപ്പോഴെങ്കിലും ഇങ്ങനെയൊരു അനുഭവം ഉണ്ടായിട്ടുണ്ടോ? ഒരു ആപ്പ്, അതിൽ നിങ്ങൾക്ക് വേണ്ട എല്ലാ ഫീച്ചേഴ്സും ഉണ്ട്, പക്ഷേ ഭയങ്കര സ്ലോ ആണ്. നമുക്ക് ദേഷ്യം വരുമല്ലേ? സത്യം പറഞ്ഞാൽ ഈയൊരു പ്രശ്നത്തിലാണ് ഫങ്ഷണൽ, നോൺ ഫങ്ഷണൽ റിക്വയർമെൻറ്റ്സ് തമ്മിലുള്ള വ്യത്യാസം കിടക്കുന്നത്. ഇതൊന്ന് എളുപ്പത്തിൽ മനസ്സിലാക്കാൻ നമുക്ക് സോഫ്റ്റ്വെയർ നിർമ്മാണത്തെ ഒരു വീട് പണിയുന്നതുമായിട്ടൊന്ന് താരതമ്യം ചെയ്യാം. ഒരു വീട് പണിയുമ്പോൾ രണ്ട് കാര്യങ്ങൾ പ്രധാനമാണ്, അല്ലേ? ഒന്ന്, എന്താണ് പണിയുന്നത്, അതായത് എത്ര ബെഡ്റൂം വേണം, ഒരു കിച്ചൺ വേണം, ഹാൾ വേണമെന്നൊക്കെ തീരുമാനിക്കുന്നത്. രണ്ട്, എത്ര നന്നായി പണിയുന്നു, അതായത് അതിന്റെ ഫൗണ്ടേഷൻ എത്രത്തോളം ഉറപ്പുള്ളതാണ്, അതിന് സുരക്ഷയുണ്ടോ, താമസിക്കാൻ സൗകര്യമുണ്ടോ എന്നൊക്കെ നോക്കുന്നത്. അപ്പോൾ നമുക്ക് ആദ്യം ഈ എന്താണ് എന്ന ചോദ്യത്തിൽ നിന്ന് തുടങ്ങാം. സോഫ്റ്റ്വെയറിന്റെ കാര്യത്തിൽ ഇതിനെയാണ് നമ്മൾ ഫങ്ഷണൽ റിക്വയർമെന്റ്സ് എന്ന് പറയുന്നത്. സിമ്പിളായി പറഞ്ഞാൽ, ഒരു സോഫ്റ്റ്വെയർ അല്ലെങ്കിൽ ഒരു സിസ്റ്റം എന്തൊക്കെ കാര്യങ്ങൾ ചെയ്യണം എന്ന് കൃത്യമായി പറയുന്ന നിർദ്ദേശങ്ങളാണ് ഫങ്ഷണൽ റിക്വയർമെന്റ്. അതായത് ആ സോഫ്റ്റ്വെയറിന്റെ പ്രധാന ഫീച്ചേഴ്സും അത് ചെയ്യുന്ന ജോലികളുമൊക്കെ ഇതിൽപ്പെടും. നമ്മുടെ വീടിന്റെ ഉദാഹരണത്തിലേക്ക് തന്നെ തിരിച്ചുവരാം. ഒരു വീടിന്റെ ബ്ലൂ പ്രിന്റ് പോലെയാണിത്. അതിൽ കൃത്യമായി പറഞ്ഞിട്ടുണ്ടാവും, ഇത് കിച്ചനാണ്, ഇവിടെ പാചകം ചെയ്യാം, ഇത് ബെഡ്റൂമാണ്, ഇവിടെ ഉറങ്ങാം. അതുപോലെ സോഫ്റ്റ്വെയറിലെ ഓരോ ഫീച്ചറും എന്ത് ചെയ്യണം എന്ന് കൃത്യമായി നിർവചിക്കുന്നതാണ് ഫങ്ഷണൽ റിക്വയർമെന്റ്സ്. ഇതിനെ സിസ്റ്റത്തിന്റെ ഒരു ടു ഡു ലിസ്റ്റായിട്ട് കാണാം. ഉദാഹരണത്തിന്, ഒരു ATM മെഷീൻ ആണെങ്കിൽ യൂസർക്ക് പണം പിൻവലിക്കാൻ കഴിയണം. അല്ലെങ്കിൽ ഒരു ആപ്പ് ആണെങ്കിൽ ഡോക്യുമെന്റ്സ് അപ്ലോഡ് ചെയ്യാൻ പറ്റണം. ഒരു ബാങ്കിംഗ് സോഫ്റ്റ്വെയർ പലിശ കണക്ക് കൂട്ടണം. കണ്ടില്ലേ, ഓരോന്നും സിസ്റ്റം ചെയ്യേണ്ട ഓരോരോ ജോലികളാണ്, വളരെ സ്പെസിഫിക് ആയിട്ടുള്ള കാര്യങ്ങൾ. ഓക്കെ, അപ്പോൾ സിസ്റ്റം എന്താണ് ചെയ്യേണ്ടതെന്ന് നമുക്ക് മനസ്സിലായി. ഇനി അടുത്ത പ്രധാനപ്പെട്ട ചോദ്യം, അത് എങ്ങനെ ചെയ്യണം, അല്ലെങ്കിൽ എത്ര നന്നായി ചെയ്യണം. ഇവിടെയാണ് നോൺ ഫങ്ഷണൽ റിക്വയർമെന്റ്സ് വരുന്നത്. ഇവിടെ നമ്മൾ ഫീച്ചറുകളെക്കുറിച്ചല്ല സംസാരിക്കുന്നത്, പകരം ആ ഫീച്ചറുകളുടെ ക്വാളിറ്റിയെക്കുറിച്ചാണ്. അതായത് ആ സിസ്റ്റം എത്ര വേഗതയുള്ളതാണ്, എത്രത്തോളം സേഫാണ്, ഉപയോഗിക്കാൻ എളുപ്പമാണോ, ഈ വക കാര്യങ്ങളാണ് നോൺ ഫങ്ഷണൽ റിക്വയർമെന്റ്സ് തീരുമാനിക്കുന്നത്. ചുരുക്കത്തിൽ ഇത് യൂസർ എക്സ്പീരിയൻസിനെക്കുറിച്ചാണ്. നമ്മുടെ വീടിന്റെ ഉദാഹരണത്തിലേക്ക് തന്നെ വരാം. വീടിന് മുറികളുണ്ടെന്ന് പറഞ്ഞാൽ മാത്രം മതിയോ? പോരാ. ആ വീടിന്റെ ഫൗണ്ടേഷൻ സ്ട്രോങ് ആണോ? വാതിലുകൾക്കും ജനലുകൾക്കും നല്ല പൂട്ടുകളുണ്ടോ? 24 മണിക്കൂറും വെള്ളവും കറണ്ടും കിട്ടുവോ? ഇതൊക്കെയാണ് ആ വീട്ടിലെ ജീവിതത്തിന്റെ ക്വാളിറ്റി തീരുമാനിക്കുന്നത്. അതുപോലെയാണ് സോഫ്റ്റ്വെയറിന്റെ കാര്യവും. ഇവിടെ ഒരു പ്രധാനപ്പെട്ട കാര്യമുണ്ട്. സിസ്റ്റം വേഗതയുള്ളതായിരിക്കണം എന്ന് വെറുതെ പറഞ്ഞാൽ പോരാ, അത് നമുക്ക് അളക്കാൻ കഴിയണം. ഉദാഹരണത്തിന്, ഒരു പേജ് ലോഡാവാൻ 2 സെക്കൻഡിൽ കൂടുതൽ എടുക്കരുത് എന്ന് പറയുന്നത് ഒരു കൃത്യമായ നോൺ ഫങ്ഷണൽ റിക്വയർമെന്റ് ആണ്. അതുപോലെ സിസ്റ്റം 99% സമയവും പ്രവർത്തനക്ഷമമായിരിക്കണം. അല്ലെങ്കിൽ യൂസറുടെ ഡേറ്റയെല്ലാം എൻക്രിപ്റ്റ് ചെയ്തിരിക്കണം. ഇങ്ങനെ കൃത്യമായ അളവുകോലുകൾ വയ്ക്കുമ്പോഴാണ് നമുക്ക് ആ ക്വാളിറ്റി ഉറപ്പുവരുത്താൻ സാധിക്കുന്നത്. ശരി, അപ്പോൾ നമുക്ക് ഫങ്ഷണൽ എന്താണെന്നും നോൺ ഫങ്ഷണൽ എന്താണെന്നും മനസ്സിലായി. ഇനി ഇവ രണ്ടും ഒരുമിച്ച് ചേരുമ്പോഴാണ് ഒരു പ്രോഡക്റ്റ് ആളുകൾക്ക് ഇഷ്ടപ്പെടുന്ന ഒന്നായി മാറുന്നത്. അതെങ്ങനെയാണെന്ന് നോക്കാം. ഒന്നുകൂടി ചുരുക്കി പറഞ്ഞാൽ ഇതാണ് വ്യത്യാസം. ഫങ്ഷണൽ റിക്വയർമെന്റ്സ് പറയുന്നു സിസ്റ്റം എന്താണ് ചെയ്യുന്നത് എന്ന്, അതായത് ഫീച്ചറുകൾ. എന്നാൽ നോൺ ഫങ്ഷണൽ റിക്വയർമെന്റ്സ് പറയുന്നു അത് എത്ര നന്നായി ആ ജോലി ചെയ്യുന്നു എന്ന്, അതായത് ക്വാളിറ്റിയും നിങ്ങളുടെ യൂസർ എക്സ്പീരിയൻസും. ഇതിനെ ഇങ്ങനെ ചിന്തിക്കാം. വളരെ മനോഹരമായി ഡിസൈൻ ചെയ്ത മുറികളൊക്കെയുള്ളൊരു വീട്, പക്ഷേ അതിന്റെ ഫൗണ്ടേഷൻ വളരെ വീക്കാണെങ്കിൽ എന്തു സംഭവിക്കും? ആ വീട് തകർന്നു പോകും. ഇനി നേരെ തിരിച്ച് ചിന്തിച്ചു നോക്കൂ. ഭയങ്കര സ്ട്രോങ് ഫൗണ്ടേഷനുണ്ട്, പക്ഷേ അതിനു മുകളിൽ മുറികളൊന്നും പണിതിട്ടില്ല. അതുകൊണ്ട് എന്തെങ്കിലും ഉപയോഗമുണ്ടോ? ഇല്ല. അതുപോലെയാണ് സോഫ്റ്റ്വെയറിന്റെ കാര്യവും. രണ്ടും ഒരുപോലെ അത്യാവശ്യമാണ്. അതുകൊണ്ട് ഏറ്റവും പ്രധാനമായി ഓർത്തിരിക്കേണ്ട ഒരു കാര്യമുണ്ട്. ഫങ്ഷണൽ റിക്വയർമെന്റ്സ് ഒരു സോഫ്റ്റ്വെയറിന് ഫീച്ചറുകൾ നൽകുന്നു. പക്ഷേ നോൺ ഫങ്ഷണൽ റിക്വയർമെന്റ്സ് ആണ് യൂസേഴ്സിന് ആ സോഫ്റ്റ്വെയറിൽ വിശ്വാസവും അതുപയോഗിക്കുമ്പോൾ ഒരു സന്തോഷവും നൽകുന്നത്. അപ്പോൾ പോകുന്നതിന് മുമ്പ് ഒരു കാര്യം, നിങ്ങൾക്കിഷ്ടപ്പെട്ട, നിങ്ങൾ സ്ഥിരമായി ഉപയോഗിക്കുന്ന ഏതെങ്കിലും ഒരു ആപ്പിനെക്കുറിച്ചൊന്ന് ആലോചിച്ചു നോക്കൂ. എന്തൊക്കെ ഫീച്ചറുകളാണ് അതിലുള്ളത്? അത് ഫങ്ഷണൽ. ഇനി എന്തുകൊണ്ടാണ് നിങ്ങൾക്ക് ആ ആപ്പ് അത്രയധികം ഇഷ്ടപ്പെടുന്നത്? അതിന്റെ വേഗത കൊണ്ടാണോ? എളുപ്പത്തിൽ ഉപയോഗിക്കാൻ പറ്റുന്നതുകൊണ്ടാണോ? അതാണ് നോൺ ഫങ്ഷണൽ. ഈ ഒരു ചിന്തയോടുകൂടി നിർത്തുന്നു. അടുത്ത തവണ കാണാം.